എന്താണ് അത് ഇലക്ഷനെ ബാധിക്കില്ല. അതിന് വേറെ കാരണങ്ങളുണ്ടായിരിക്കാം. നമ്മളതിനെപ്പറ്റി ആലോചിക്കുന്നില്ല, നോക്കുന്നില്ല. നമ്മളെ എത്ര വൈകി പ്രഖ്യാപിച്ചാലും ആൾക്കാർക്ക് ഇപ്പം അറിയാം ആർക്കാണ് വോട്ട് കൊടുക്കുന്നത്. ആർക്ക് വോട്ട് കൊടുത്താലാണ് ശരിക്കുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകുക എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയാം. കാരണം ഒരാൾ 10, 35, 40 കൊല്ലമായിട്ട് പറയുകയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു ഓരോ പാർട്ടികളെ, ഞങ്ങൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്, അതിന്റെ ഡെവലപ്മെന്റിനായി. എന്ത് ഡെവലപ്മെന്റാണ് ഇത്രയും കാലം ചെയ്യാത്ത? എന്ത് പുതിയ ഡെവലപ്മെന്റാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്? അപ്പൊ അതൊക്കെ വെറും വാചകവാടി മാത്രമാണ്. ചിലരൊക്കെ പോസ്റ്ററിൽ വെച്ചിട്ടുണ്ട് ആലത്തൂരിന്റെ വികസനത്തിൽ നിന്ന്. ഇത്രയും കാലം വികസിപ്പിച്ചിട്ട് എന്ത് വികസനമാണ് ഇവിടെ? അത് വികസനം കാണുന്നില്ല. ആക്ച്വൽ വികസനം വരണമെന്നുണ്ടെങ്കിൽ മോദിജിയിൽ കൂടിയുള്ള വികസനമാണ്. അത് നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കാണുന്നതാണ്. അത് ശരിക്കുള്ള വികസനം കൊണ്ടുവന്നിട്ടുള്ളത് മോദിജിയാണ്. 60 വർഷം കഴിച്ച കോൺഗ്രസോ ഒന്നും ഒരു വികസനം കൊണ്ടുവന്നിട്ടില്ല. കേരളമാണെങ്കിൽ നശിച്ച് നാറാണക്കല്ലടിച്ചിരിക്കുകയാണ്. ഒന്നുമില്ല, ആർക്കും കൊടുക്കാൻ കാശില്ല, ഒരാൾക്കും പെൻഷൻ ഇല്ല. പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുന്ന നിസ്സാര പെൻഷൻ അല്ലേ, അതുപോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ ട്രഷറിയിലൊക്കെ പൂച്ച വെറ്റിയെടുക്കുകയാണെന്നാണ് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് ആരെ കൊണ്ടുപോയത്? കമ്മ്യൂണിസ്റ്റുകാർ അല്ലേ, ആ ഭരണം. അപ്പൊ അതിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇവിടെ ആലത്തൂർ ഏതാണ്ട് സ്വർഗമാക്കുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ കേരളത്തിലുള്ള ആൾക്കാർ? പിന്നെ അവരൊക്കെ ഇപ്പൊ ഈ സിറ്റിംഗ് MLA കൂടെയാണ്. ഈ സിറ്റിംഗ് MLAകളെ പിടിച്ചിട്ട് ഈ MP ആക്കാനായിട്ട് വീണ്ടും മത്സരിക്കാന്ന് പറഞ്ഞാൽ വീണ്ടും എന്താ പറയാ വേണ്ടി വരില്ലേ? ഈ കാശൊക്കെ എവിടെ നിന്ന് ഉണ്ടാക്കി? അവർക്ക് കാശില്ലല്ലോ. അത് കുറച്ചൊക്കെ കേന്ദ്രമാണ് കൊടുക്കേണ്ടത്, ശരിയാണ്. പക്ഷെ അത്രയും ചെലവല്ലേ വരുന്നേ പല സ്ഥലത്തും. അപ്പൊ അതൊന്നും നമ്മൾ അനുവദിക്കാൻ പാടില്ല, മനസ്സിലായില്ലേ? നമ്മളുടെ ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ആണ് എന്നുള്ളത് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യണം. പക്ഷെ ഇപ്പോ എന്റെ ഈ 2 ദിവസത്തെ പരിപാടിയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ആൾക്കാർ മാറി ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ വിജയം എന്ന് പറയുന്നത് സുനിശ്ചിതമാണെന്നാണ് ഞാൻ എൻ്റെ 2 ദിവസത്തെ ഈ പര്യടനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 2 ദിവസമേ ആയുള്ളൂ ഞാൻ പര്യടനം തുടങ്ങിയിട്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാൻ പര്യടനത്തിന് ഇറങ്ങിയ ഫസ്റ്റ് ഡേ കേരളത്തിലെ ഏക സ്ഥാനാർത്ഥിയെ വിളിച്ചു. ആരെ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി. സബ്കാ സാത്ത് സബ്കാ വികാസ്. അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള മറ്റ് യാതൊരു ലാഭചിന്തകളും വേണ്ടാത്ത ഒരു പ്രധാനമന്ത്രി എന്നെ വിളിച്ചിരിക്കുന്നു. എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടാണ് ഞാൻ നിങ്ങളെ ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യും? MP ആയിട്ടെന്ന് എന്നോട് ചോദിച്ചേ, അല്ല ജയിക്കുമോന്നല്ല ചോദിച്ചേ, MP ആയിട്ട് എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചേ. ഞാൻ പറഞ്ഞു ഇതല്ലേ സാറിന് വേണ്ടത്, സബ്കാ സാത്ത് സബ്കാ വികാസ്. ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ആലത്തൂരിന് വേണ്ടി ഞാൻ ചെയ്യും. അതിനെന്തുണ്ട്? മോദിക്ക് ഗ്യാരണ്ടി എടുക്കുന്നുണ്ട്. അതാണ്, അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡെവലപ്മെന്റും ഈ ആലത്തൂർ മണ്ഡലത്തിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ ഇവിടെ ഇതൊരു ലോക്കൽ ചാനലാണ്. അവിടെയുള്ള എല്ലാ ആൾക്കാരും, എനിക്ക് ഓരോ ആൾക്കാരെയും കണ്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു, ഓരോ വീട്ടിലും പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് സാധിച്ചില്ല. അപ്പോൾ എല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത്, ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ചിന്തിച്ച് നിങ്ങളൊന്ന് ഇപ്രാവശ്യം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. ഞാനൊരു പൊളിറ്റീഷ്യനൊന്നും അല്ലായിരുന്നു, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഞാൻ അല്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. ഞാൻ വിക്ടോറിയ കോളേജിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് കാശെടുത്ത് ഞാൻ സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് നിങ്ങളിത് കൊടുത്തു നോക്കൂ, രാഷ്ട്രീയമൊക്കെ മറന്നുകൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥന കൂടിയാണ് ഈ നിവാസികളോട്, ഇവിടുത്തെ നിവാസികളോട് എൻ്റെ ഒരു അഭ്യർത്ഥന കൂടിയാണ് ഈ ഒരു കാര്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനുശേഷം എല്ലാവരെയും വന്ന് കാണും, എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കും, എല്ലാവരുടെയും പ്രശ്നത്തിന് പരിഹാരം കാണും. അതേപോലെ തന്നെ എൻ്റെ സ്നേഹവും എൻ്റെ നന്ദിയും അറിയിക്കാനായിട്ടും കൂടി ഞാൻ എല്ലാവരെയും കാണാൻ വരും. ഇലക്ഷൻ റിസൾട്ട് വന്ന് ഞാൻ ജയിച്ചു കഴിഞ്ഞതിന് ശേഷം. ഇപ്പം എനിക്ക് അതിനു മുമ്പ് എല്ലാവരെയും കാണാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. എല്ലാവരും ഇലക്ഷന് മുമ്പ് വന്ന് എല്ലാവരോട് പോകുന്നു, അവരെ കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു. അതിനകത്തൊന്നും ഒരർത്ഥവുമില്ല. അത് വെറും ഒരു കോമാളിത്തരമാണ്. വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു സോപ്പിടൽ എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രമാണ്. അല്ലാതെ അതിനപ്പുറം അവരുടെ വികാസം, അതാണ് അവരെ. മോദിജി അങ്ങനെയല്ല, സബ്കാ വികാസാണ്. പക്ഷെ ഈ പറഞ്ഞ പാർട്ടിക്കാർക്കൊക്കെ അവരുടെ വികാസമാണ് വേണ്ടത്, അല്ലാതെ. അപ്പൊ അതുകൊണ്ട് ആരുടെ വികാസമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ആലോചിക്കുക, തീരുമാനിക്കുക. അതാണ്. बोलो भारत माता की, बोलो भारत माता की।